കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി വയനാട് ജില്ലയോട് ചേർന്ന് വനത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പുണ്യസങ്കേതമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി വിഭജിക്കുന്നു. തെക്ക് ഭാഗത്തുള്ളതിനെ ഇക്കരെ കൊട്ടിയൂരെന്നും വടക്ക് ഭാഗത്തുള്ളതിനെ അക്കരെ കൊട്ടിയൂർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇടവമാസത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷമാണ് വൈശാഖ മഹോത്സവം. വൈശാഖ മഹോത്സവത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നിലാണ് ഞാൻ കൊട്ടിയൂരിലെത്തുന്നത്. രാവിലെ ഉദ്ദേശം 11:30 കൂടിയാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിച്ചേർന്നത്. സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂവിൽ നിന്ന് ഉദ്ദേശം ഒരു 1:30 കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആരാധനാ സ്ഥലമായ തിരുവഞ്ചിറ എന്ന് പറയുന്ന കുളത്തിലുള്ള ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അക്കരെ കൊട്ടിയൂരിൽ സ്ഥിരമായിട്ടുള്ള കോൺക്രീറ്റ് നിർമ്മിതികളൊന്നുമില്ല. ഇവിടെ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഓല കൊണ്ടുള്ള ഷെഡുകളാണ് ഇവിടെയുള്ളത്. അത് വൈശാഖ മഹോത്സവം കഴിയുന്നതോടുകൂടി പൊളിച്ചു കളയുമെന്നാണ് കരുതുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ വിഭാഗങ്ങളുടേതാണ് ഈ ഓലമേഞ്ഞ ഷെഡുകൾ. ഉത്തര മലബാറിൽ നിന്ന് കൂടാതെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഈ കാലത്ത് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. തിരുവഞ്ചിറ എന്ന് പറയപ്പെടുന്ന കുളത്തിന് നടുക്കായാണ് ശ്രീകോവിൽ അഥവാ ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥിരമായ നിർമ്മിതിയല്ല. കുളത്തിലെ ജലം ബാവലിപ്പുഴയിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത്. മെയിൻ റോഡിന് മുകൾ ഭാഗത്തായിട്ടാണ് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സ്ഥിരമായ പൂജകളും മറ്റും നടക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്.